മക്കളെ, ഇന്നത്തെ എപ്പിസോഡ് വട്ടവട, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഇൻ മൂന്നാർ. മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടേ പോകാവൂ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതായത് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് പറയണം. അതല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു വരികയാണ് ആണെങ്കിൽ കൃത്യം ഒരു 6 മണിക്കുള്ളിൽ വരാൻ നോക്കണം. ദുൽഖറിന്റെ ചാർലി എന്ന സിനിമ വന്നതോടുകൂടിയാണ് ഈ വട്ടവട ഇത്രയും ഫേമസ് ആയത്. ചാർലി സിനിമയിൽ ദുൽഖർ പറഞ്ഞ പോലെ ഒരു 150 കിലോമീറ്റർ വട്ടവട. അതെ, ആ സ്പോട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നോക്കുക, വട്ടവടയിൽ പോകുന്ന ഒരു സീനാണ് നമ്മൾ കയറി വരുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച മൂന്നാറിൽ കിട്ടില്ല. കാരണം അവിടെ ക്രൗഡാണ് മൂന്നാർ. ഇത് നോക്ക്. അതെന്നെ എല്ലാ വീഡിയോയിലും വട്ടവട ടൗൺ ബേസ് ചെയ്താണ് എല്ലാം പറഞ്ഞത്. പക്ഷെ നമ്മൾ പോകുന്നത് വട്ടവട ടോപ്പ് വ്യൂവിലേക്കാണ്, വട്ടവട വ്യൂ പോയിന്റിലേക്ക്. എൻ്റെ ഈ ചെറിയൊരു ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആദ്യമായിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഈ കാണുന്ന കാഴ്ച, നമ്മൾ ആ ചെക്ക് പോസ്റ്റ് തൊട്ട് വട്ടവട ചെക്ക് പോസ്റ്റ് തൊട്ട് വട്ടവട ടൗൺ വരുന്ന പോകുന്ന യാത്ര, അത് നമുക്ക് ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വേറൊരു സ്ഥലത്ത് പോയാൽ കിട്ടില്ല. ആ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ പോകുന്നൊരു യാത്രയുടെ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അവിടെ ചെക്ക് പോസ്റ്റിൽ അവർ പറയുന്നുണ്ട്, 2 സൈഡും അതുപോലെ വന്യമൃഗങ്ങളുണ്ട്, കാടാണ് 2 സൈഡ്, അതുപോലെ കൊടും കാടാണ്, വണ്ടി നിർത്തരുത്, ആ നിർദ്ദേശങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കാൻ പോലും അവിടെ നിർത്തുന്നതാണ് അവർ പറഞ്ഞത്. വട്ടവട ഫുൾ വൈബിൽ എൻജോയ് ചെയ്യണമെങ്കിൽ 2 വീലർ തന്നെ പോകണം. കാരണം ആ കാറ്റൊക്കെ കൊണ്ട് ആ എല്ലാ സൈഡിലും വ്യൂ ഒക്കെ കണ്ട് നമ്മൾ പോകുന്ന സുഖമുണ്ടല്ലോ, ആ തണുപ്പ നേരിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നേരെ വെച്ച് നമ്മൾ കാറിൽ പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം വട്ടവട പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ 2 വീലർ തന്നെയാണ്. മൂന്നാർ വട്ടവട 45 കിലോമീറ്റർ ഉണ്ട്. അപ്പം അത്രയും ദൂരം നമുക്ക് അതിലേക്ക് പോകുന്നതിൻ്റെ ഒരു വാല്യൂ എന്തായാലും നമുക്ക് അവിടെ കിട്ടും. ആ വട്ടവട ടൗണിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ വട്ടവട ടൗണിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണത്. നമുക്ക് നിന്ന് ആസ്വദിക്കാം. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം. കാരണം മൂന്നാർ വന്ന് കണ്ടും എടുത്തവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് വട്ടവട. മൂന്നാർ പോയി കഴിഞ്ഞാൽ ഇത്രയും ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഫീൽ കിട്ടില്ല. ശരിക്കും നിങ്ങൾ ഈ വട്ടവട പോലെ ഉള്ളിലേക്ക് മാറിയ ലൊക്കേഷനിലേക്ക് എത്തും. വട്ടവട ടൗണിൽ കാണുന്ന കാഴ്ചകളാണ്. ചെറിയൊരു ടൗണാണ് വട്ടവട ടൗൺ എന്ന് പറഞ്ഞാൽ. 2 മലയുടെ ഉള്ളിലായിട്ടുള്ളൊരു ചെറിയൊരു ടൗണാണ്. ആ പ്രദേശത്തൊക്കെ ഇങ്ങനെ മലയാളീസും ഉണ്ട്, തമിഴ്സും. തമിഴാണ് കൂടുതലും അവിടെ സംസാരിക്കുന്നത്. കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന റൂട്ടാണ്. നമുക്കിവിടെ വട്ടവട ടൗണിലല്ല, ടൗണിൽ വന്നാൽ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. ടൗണിൽ വന്നു നിങ്ങൾ തിരിച്ചു പോകും. നമ്മൾ വട്ടവട ടൗണിൽ നിന്ന് ലെഫ്റ്റ് കൂടി നമുക്കൊരു 5 കിലോമീറ്ററേ ഉള്ളൂ. വട്ടവട ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ടാണ്. അതാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ വട്ടവട ടൗൺ നമ്മൾ വന്നു പോകുന്ന അവിടെ നമുക്ക് ക്ലൈമറ്റ് ഉണ്ടാവില്ല, ക്രൗഡായിരിക്കും, കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പോട്ട് അവിടെ ഇല്ല. നേരെ മറിച്ച് വട്ടവട ടൗണിൽ നിന്ന് നിങ്ങൾ 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ് അത്രയും മോശമാണ്. എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് ട്രാവൽ ചെയ്ത് എത്താൻ പറ്റും. മാക്സിമം നിങ്ങൾ ഡേ ടൈമിൽ പോവുക. കാരണം നമുക്ക് അത്രയും ആളില്ലാത്ത ഒരു സ്പോട്ടാണ് പോകുന്ന വഴിയാണ്. ഒന്നിൽ ഗൂഗിൾ മാപ്പ് വഴി അല്ലെങ്കിൽ അവിടെ അടുത്ത ലോക്കൽ ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രമേ ആ ഏരിയയിലേക്ക് പോകാവൂ. നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താറായി. അവിടെ നമുക്ക് എത്തുന്നതിൻ്റെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. ആ വട്ടവടയിലെ എല്ലാ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. നമുക്ക് ഓൺ വെഹിക്കിൾ ഉണ്ടെങ്കിൽ വെഹിക്കിൾ പോകാൻ, 2 വീലർ പോകാം. വഴി കുഴപ്പമില്ല, എന്നാൽ പോലും കുറച്ച് ശ്രദ്ധിക്കണം. യാത്ര കുറച്ച് പ്രയാസമാണ്. നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്തി വട്ടവട ടൗണിൽ നമ്മൾ നിർത്തിയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകരുത് ഒരിക്കലും. ഈ വ്യൂ പോയിന്റ് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ. അത് വന്നിട്ടില്ലെങ്കിൽ വട്ടവട നിങ്ങൾ കണ്ടിട്ടില്ല. ഈ സ്പോട്ടാണ് ഈ വ്യൂ പോയിന്റ്, വട്ടവട വ്യൂ പോയിന്റ് എന്ന് പറയും. വട്ടവട വ്യൂ പോയിന്റ് ആണ് നമ്മൾ അറിയേണ്ടത്. കൂടുതലും ആൾക്കാർ മിസ് ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണ്.
വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ ചെല്ലണം. ആ വട്ടവട ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണും. നിങ്ങൾക്ക് അവിടെ ട്രക്കിംഗ് സൗകര്യമുണ്ട്. ചാർജസ് പെർ ഹെഡ് നിങ്ങളുടെ നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് ഓൺ വെഹിക്കിളോ 2 വീലർ ഉണ്ടെങ്കിൽ നമുക്ക് എത്താം. അതല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ട്രക്കിൻ്റെ സൗകര്യമുണ്ട് വട്ടവട ടൗണിൽ നിന്ന്. ഇത്രയും നല്ല വ്യൂ പോയിന്റ് കിട്ടിയിട്ട് ഞാൻ പലതവണ മിസ്സായ സ്പോട്ടാണിത്. നമുക്കറിയില്ല അത് ഇങ്ങനെ ഒരു സ്പോട്ട് വട്ടവടയിലുണ്ട്. ടൗണിലെ കാഴ്ച കാണും, തിരിച്ചു പോകും. എൻ്റെ മോനെ ഇതുപോലത്തെ ഒരു സ്പോട്ട് ആ വട്ടവട ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. വട്ടവട ഗ്രാമം എന്നാണ് പറയുന്നത്. വട്ടവട ഗ്രാമത്തിലെ എല്ലാ കാഴ്ചയും അവിടുന്ന് കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. കാരണം ആ തണുപ്പൊക്കെ ആസ്വദിച്ച് ടൗണിൽ നിന്ന് മാറി, ഒരുപാട് ക്രൗഡില്ല അവിടെ, പാസഞ്ചേഴ്സ് വന്നു പോകുന്നുള്ളൂ. എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന പ്രൈവസി നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. നമുക്കവിടെ ടിക്കറ്റ് ഒന്നുമില്ല. എത്ര വേണമെങ്കിലും എത്ര ടൈം വേണമെങ്കിലും വരെ നമുക്ക് അവിടെ നിൽക്കാം. ചിന്തിച്ചാൽ മതി, എൻ്റെ ക്യാമറയിൽ ഇത്രയും ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ, ആ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരിക്കലും മിസ് ചെയ്യരുത്. വട്ടവട മൂന്നാർ നിങ്ങളൊരു പ്ലാൻ ടൂർ ചെയ്യുന്നുണ്ടെങ്കിൽ വട്ടവട ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. മൂന്നാറിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥയിൽ, ഇപ്പോൾ സീസൺ അല്ലാത്ത കാലാവസ്ഥയിൽ തണുപ്പോ കിട്ടിയില്ലെങ്കിൽ വട്ടവടയിൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ്. വട്ടവടയിൽ എവിടെ പോയാലും നൈറ്റ് അതുപോലെ നല്ല ക്ലൈമറ്റാണ്. ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. മോർണിംഗ് നിങ്ങളിത് വന്നു കഴിഞ്ഞാൽ ഞാനിത് ഈവനിങ് ടൈമിലാണ് ഈ ഒരു വ്യൂ എടുത്തിരിക്കുന്നത്. മോർണിംഗ് ടൈമിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യൂ ആണ് ഇവിടെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ പ്ലാനോ അല്ലെങ്കിൽ 2 ഡേ പ്ലാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സ്പോട്ട്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് വട്ടവട തന്നെയാണ്. സപ്പോർട്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ സ്പോട്ടിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.